മണ്ഡലേശ്വര സ്വാമി ആനന്ദവനത്തിന് ഉജ്ജ്വല സ്വീകരണമൊരുക്കി ജന്മനാട്. രാവിലെ മുതൽ തൃശൂരിൽ ആരംഭിച്ച സ്വീകരണ പരിപാടികളിൽ നൂറുകണക്കിന് പേർ പങ്കെടുത്തു. അതേസമയം വടക്കുംനാഥ ക്ഷേത്രത്തിന്റെ ശ്രീമൂലസ്ഥലത്തെ സ്വീകരണ പരിപാടിക്ക് അനുമതി നിഷേധിച്ച കൊച്ചിൻ ദേവസ്വം ബോർഡ് നടപടിക്കെതിരെ പ്രതിഷേധവുമായി വിവിധ ഹൈന്ദവ സംഘടനകൾ രംഗത്തെത്തി. തിരുവമ്പാടി പാറമേക്കാവ് ക്ഷേത്രങ്ങളിൽ രാവിലെ തന്നെ സ്വാമി ദർശനം നടത്തി. തുടർന്ന് പാറമേക്കാവ് അഗ്രശാലയിൽ വെച്ച് വ്യക്തികൾക്ക് ദൃശ്യനമസ്കാരം നടത്തി. ഉച്ചഭക്ഷണത്തിന് ശേഷം സംഘടനകൾക്കുള്ള വിച്ഛനമസ്കാരവും സ്വാമി നടത്തി. ഓരോ പരിപാടിയിലും നൂറുകണക്കിന് ഭക്തരാണ് പങ്കെടുത്തത്. വൈകിട്ട് 4 മണിയോടുകൂടി പാറമേക്കാവ് ക്ഷേത്ര പരിസരത്ത് നിന്ന് പഞ്ചവാദ്യത്തിൻ്റെയും താലത്തിൻ്റെയും അകമ്പടിയോടെ കൗസ്തുഭം ഓഡിറ്റോറിയത്തിലേക്ക്. ശേഷം ആത്മീയ പ്രഭാഷണത്തിന് കാതോർക്കാനും നൂറുകണക്കിന് ആളുകൾ ഓഡിറ്റോറിയത്തിൽ തടിച്ചുകൂടി. ഏത് പ്രദേശത്ത് ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാലും കേരളത്തിൽ നിന്ന് പരിവ്രാജനം ചെയ്തുകൊണ്ട് സനാതനധർമ്മത്തെ ഉയർത്തുന്നതിന് വേണ്ടി തൻ്റെ കാലത്ത് അത്യുദ്ധാനം ചെയ്ത ആ മഹർഷിയുടെ ഒരു കഥയോ ഒരു ഫോട്ടോയോ ഒരു ചിത്രമോ ഒരു ശില്പമോ കാണാതിരിക്കില്ല. ഭാരതീയമായ മുഴുവൻ പരമ്പരകളുടെയും സംഗമമായ മഹാകുംഭമേളയിൽ ഇത് ഭാരതത്തിലെ മാത്രമല്ല, ഭാരതീയമായ പരമ്പരകളെ പിന്തുടരുന്ന വിദേശങ്ങളിൽ നിന്ന് പോലും ലക്ഷക്കണക്കിനല്ല കോടിക്കണക്കിന് ആളുകൾ എത്തിച്ചേരുന്നു. ഇപ്പൊ കഴിഞ്ഞ മഹാകുംഭമേള തുടങ്ങുന്നതിന് മുമ്പ് തന്നെ 1 കോടിയിലേറെ വിദേശികളുടെ വിസ ആപ്ലിക്കേഷൻസ് ആണ് മേള അതോറിറ്റി മുഖേന അതിൻ്റെ പ്രോസസ്സിങ് കഴിഞ്ഞത്. അപ്പൊ അങ്ങനെ വന്നു ചേരുന്ന മഹാകുംഭമേളയിൽ ലക്ഷക്കണക്കിന് ശിബിരങ്ങളാണ് ആദിശങ്കരാചാര്യ ഭഗവത്പാദരുടെ ചിത്രങ്ങളുമായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതേസമയം വടക്കുംനാഥ ക്ഷേത്രത്തിന്റെ ശ്രീമൂലസ്ഥാനത്ത് ആദ്യം പരിപാടിക്ക് അനുമതി നൽകുകയും അവസാന നിമിഷം റദ്ദാക്കുകയും ചെയ്ത കൊച്ചിൻ ദേവസ്വം ബോർഡ് നടപടിക്കെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. അനുമതി നിഷേധിച്ച കാരണം കൊച്ചിൻ ദേവസ്വം ബോർഡ് വ്യക്തമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹിന്ദു ഐക്യവേദി രംഗത്തെത്തിയിട്ടുണ്ട്. ജനം, തൃശൂർ.